പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് വലിയ തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് വയനാട്ടിലെങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് ബെയിലി പാലത്തിന് സമീപത്തേക്ക്, ചൂരൽമലയിലെ ബെയിലി പാലത്തിന് സമീപത്തേക്ക് വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് മോക്ക് ഡ്രില്ല് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതായത് ആശങ്കയുണർത്തുന്ന തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും അദ്ദേഹം രാവിലെ 11:30 കൽപ്പറ്റയിൽ എത്തിയതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് വ്യോമമാർഗം ഈ നിരീക്ഷണം നടത്തുക. ദുരന്തമുണ്ടായ എല്ലാ സ്ഥലങ്ങളിലും വ്യോമ നിരീക്ഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഇത് സംബന്ധിച്ച SPG പ്രത്യേകമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം അത് സംബന്ധിച്ച് എടുക്കുക എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മേപ്പാടി മിംസ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുമെന്ന വിവരം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. അതോടൊപ്പം 2 ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ചാർട്ട് തയ്യാറാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആശങ്കയുണർത്തുന്ന തരത്തിൽ ഈ അമ്പലവയലിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടുവെന്ന വിവരം പുറത്തുവരുന്നത്. ആ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗൌരവതരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ടോ എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജില്ലാ ഭരണകൂടത്തോട് അടക്കം വിശദീകരണം തേടിയിട്ടുണ്ട്. സ്വാഭാവികമായി ആ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ബെയിലി പാലത്തിന് സമീപം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ നടന്നത്. ആ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ബെയിലി പാലത്തിന് സമീപത്ത് നിന്ന് കൽപ്പറ്റയിലേക്ക് SPG സംഘം നയിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് ബെയിലി പാലത്തിന് സമീപത്ത് ഇപ്പോൾ ഉള്ളത്.